അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോട് ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. May God bless and speak to us through this passage. ഈ വചന പാരായണത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമാറാകട്ടെ. When we read this passage that Isaiah has prophesied, യെശയ്യാവിന്റെ ഈ പ്രവചന ഭാഗം നാം വായിക്കുമ്പോൾ almost 7 centuries before the Lord Jesus was born, Isaiah prophesied this. 700 വർഷങ്ങൾക്ക് മുമ്പ് ആണ് യെശയ്യാവ് ഈ വസ്തുത പ്രവചിച്ചത്. And he was very exact and perfect in prophesying several details about the Lord Jesus Christ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അനേക കാര്യങ്ങൾ പ്രവചിക്കുന്നതിൽ വളരെ കൃത്യത നമുക്ക് കാണുവാൻ കഴിയും. Leave alone Jesus Christ himself, even his parents were not born when this prophecy was made. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രവചനം പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കൾ പോലും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. But God had it all in his plan. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. In this chapter, that passage that we read, നാം വായിച്ച ഈ വേദഭാഗം we see mainly 3 aspects that we see read about him. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 3 പ്രത്യേക കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. One is, how did man respond to him? എങ്ങനെയാണ് മനുഷ്യവർഗം യേശുക്രിസ്തുവിനോട് പ്രതികരിച്ചത്? Secondly, we see how Christ himself responded to his suffering. എങ്ങനെയാണ് യേശുക്രിസ്തു തന്നോട് തന്നെ തന്റെ കഷ്ടതയോട് പ്രതികരിച്ചത് എന്ന് കാണുവാൻ കഴിയും. And thirdly, we see how God the Creator responded to Christ. മൂന്നാമതായിട്ട് സൃഷ്ടിതാവായ ദൈവം തന്റെ പുത്രനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? When we read verse 4, it says like this. 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, He has borne our griefs അവൻ നമ്മുടെ അകൃത്യങ്ങളെ ചുമന്നു, and carried our sorrows. നമ്മുടെ ദണ്ഡനങ്ങളെ അവൻ വഹിച്ചു. Yet we esteemed him stricken, smitten by God, and afflicted. എന്നിട്ട് നാം വിചാരിച്ചു ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. The Bible very clearly gives the reason why he came and suffered. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് കഷ്ടം സഹിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. He was carrying our sorrows. അവൻ നമ്മുടെ രോഗങ്ങളെയാണ് വഹിച്ചത്. He was carrying our affliction. നമ്മുടെ വേദനകളെയാണ് അവൻ ചുമന്നത്. He has taken the whole sin of every one of us. സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തെയാണ് അവൻ ചുമന്നത്. Right from the first man who was created on the face of the earth. ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യൻ മുതൽ Every human being who is born on the ലോകത്തിൽ ജനിക്കപ്പെട്ട സകല മനുഷ്യവർഗത്തിന്റെയും the sin of them was put upon this Lord Jesus Christ. സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തെ തന്റെ മേൽ ചുമത്തുകയായിരുന്നു. And the Bible loudly proclaims like this. വേദപുസ്തകം വളരെ ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ്, It was for our sake that he suffered like that. അവൻ നമുക്ക് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. It was that he was carrying our sorrows. നമ്മുടെ കഷ്ടങ്ങളെ നമ്മുടെ വേദനകളെയാണ് അവൻ ചുമന്നത്. He was wounded for our transgression. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ശിക്ഷിക്കപ്പെട്ടത്. He was bruised for our iniquity. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ദണ്ഡിപ്പിക്കപ്പെട്ടത്. The chastisement for our peace was upon him. നമ്മുടെ മേൽ വരേണ്ടതായിരിക്കുന്ന ശിക്ഷ അവന്റെ മേൽ വരുവാനിടയായി. The Bible says like this. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, Everything that happened to him, everything that he suffered was for the sake of every one of us. യേശുക്രിസ്തു സഹിച്ചതായിരിക്കുന്ന സകല കഷ്ടതയും സകല മനുഷ്യവർഗത്തിനു വേണ്ടിയുള്ളതായിരുന്നു. But the contrast we see in verse 4. 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഒരു വിരോധാഭാസം, Yet we esteemed him stricken and smitten by God. എന്നിട്ടും നാം വിചാരിച്ചത് ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്നാണ്. This is what man has given to him. ഇതാണ് മനുഷ്യവർഗം ദൈവത്തോട് പ്രതികരിച്ചത്. Beloved, 2000 years ago, പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് this man Jesus Christ, who appeared on the face of the earth, ഈ മനുഷ്യനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. we read about him. He is the creator of heaven and earth. അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടിതാവ് എന്ന് നമ്മൾ വായിക്കുന്നു. He is the God of all. അവനാണ് സകലത്തിന്റെയും ദൈവം. He is the one who was enthroned in glory. അവൻ മഹത്വത്തിൽ വാണിരുന്നവനാണ്. He left everything and came down to this earth. എന്നാൽ അവൻ അതെല്ലാം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. It was for our sake. അവൻ നമുക്ക് വേണ്ടിയാണ് It was വന്നത്. for man's sake. ഇത് മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് വന്നത്. It was for every one of you. ഇവിടെ ഇരിക്കുന്ന
ജീവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് അവൻ വന്നത്. It was for the sins of mankind. സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന് വേണ്ടിയാണ് അവൻ വന്നത്. But naturally what should have happened there? എന്നാൽ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു സംഭവിക്കേണ്ടത്? Man should have been acknowledging that. അത് മനുഷ്യവർഗം അംഗീകരിക്കേണ്ടിയിരുന്നു. Man should have been grateful unto him. എന്നാൽ മനുഷ്യവർഗം അവനെ സ്വീകരിക്കേണ്ടിയിരുന്നു. But the contrast that we see in verse 4, എന്നാൽ 4-ാം വാക്യത്തിൽ കാണുന്ന വിരോധാഭാസം എന്ന് പറയുന്നത്, instead of acknowledging him, അവനെ അംഗീകരിക്കേണ്ടതിന് പകരമായി, instead of acknowledging that he died for my sake, എന്റെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു എന്ന് സമ്മതിക്കേണ്ടതിന് പകരമായി, instead of admitting that he died for the sins of mankind, സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് സ്വീകരിക്കേണ്ടതിന് പകരമായി, instead of believing that our sorrows was put over him, എന്റെ പാപമാണ് അവന്റെ മേൽ ചുമത്തപ്പെട്ടത് എന്ന് വിശ്വസിക്കേണ്ടതിന് പകരമായി, we consider him stricken, smitten by God. അവൻ ദൈവത്താൽ ശിക്ഷിച്ചു നിന്ന് അടിക്കപ്പെട്ടുമെന്ന് മനുഷ്യവർഗം വിചാരിച്ചു. Is it not what the world gave to him? ഇതല്ലേ ഈ ലോകം ദൈവത്തോട് ചെയ്തത്? If you read John's Gospel chapter 1 and verse 11, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ here John says like this, അവിടെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. he came to his own and his own did not receive him. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. Though he had a people who were called as his own in those days, ആ നാളുകളിൽ അവന്റേതെന്ന് വിചാരിപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. they never received him. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. Ultimately he died for the whole world. എന്നാൽ അവസാനമായി അവൻ സകല മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു. Who is this world? ഏതാണ് ഈ ലോകം എന്ന് പറയുന്നത്? Who are the people for whom he died? ഏത് ലോകത്തിന് വേണ്ടിയാണോ മരിച്ചത്? They were all his own. His own. അവന്റേതായ ആളുകൾ. He is the creator. അവനാണ് സർവ്വത്തിന്റെ സൃഷ്ടിതാവ്. He created man. അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. He is the creator of human beings. സകല മനുഷ്യവർഗത്തിനെ സൃഷ്ടിതാവാണവൻ. He provided everything unto this man. ആ സകല മനുഷ്യവർഗത്തിന് വേണ്ടത് നൽകിയവനാണ്. The Bible clearly says this. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, In the beginning God created man in his own image and likeness. ആദിയിൽ ദൈവം മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. Before he created man, മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് he created all that was needed for man. മനുഷ്യന് വേണ്ടതെല്ലാം അവൻ സൃഷ്ടിക്കുകയുണ്ടായി. He finished all his creational work. തന്റെ ആ സൃഷ്ടിയുടെ സകല പ്രവൃത്തിയും അവസാനിപ്പിച്ചു. At the end of that he said like this, എന്നിട്ട് താൻ ഇങ്ങനെ പറയുകയുണ്ടായി, Now let us create man in our own image and likeness. ഇപ്പോൾ മനുഷ്യനെ നമ്മുടെ സ്വന്തം സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കുക. Man, you and me are created in the image and likeness of God. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. He provided everything that was needed for us. നമുക്ക് വേണ്ടതെല്ലാം അവൻ തന്നെയാണ് സൃഷ്ടിച്ച് നൽകിയിരിക്കുന്നത്. We belong to him. നാം അവൻ അവകാശപ്പെട്ടവരാണ്. We are the creation of his hand. നാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. And he came down to his own. അവൻ ആ സ്വന്തക്കാർക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. But his own did not receive him. എന്നാൽ സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. They rejected him. അവർ അവനെ തിരസ്കരിച്ചു. They outcasted him. അവർ അവനെ പുറത്തേക്ക് തെറിഞ്ഞു. His own creation arrested him. അവന്റെ സൃഷ്ടികൾ തന്നെ അവനെ അറസ്റ്റ് ചെയ്തു. His own creation hurled insults against him. അവന്റെ സൃഷ്ടികൾ തന്നെ അവനെതിരായിട്ട് നിന്നു. His own creation brought false allegations against him. അവന്റെ സൃഷ്ടികൾ തന്നെ തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നു. His own creation shouted that he be crucified. അവന്റെ സൃഷ്ടികൾ തന്നെ അവനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ചു. Yet he was put to the in spite of all his innocence, he was put to the cross. താൻ നിരപരാധിയായിരുന്നെങ്കിലും അവന്റെ മേൽ സകല പാപത്തെ ചുമത്തി. This is what man gave to him. ഇതാണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്തത്. On one occasion, ഒരു സാഹചര്യത്തിൽ even the ruler who was trying him, അന്നത്തെ ന്യായാധിപൻ ഇങ്ങനെ പറയുകയുണ്ടായി, he said, Shall I leave him? അവനെ വെറുതെ വിടുവാൻ ആഗ്രഹിച്ചു. There is nothing that he deserves death penalty. അവൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. It is according to your own tradition that we can leave one criminal free. നിങ്ങളുടെ ആ പ്രമാണപ്രകാരം ഒരാളെ വെറുതെ വിടാം എന്ന് പറയുകയുണ്ടായി. But they were shouting, എന്നിട്ട് അവര് ഇങ്ങനെയാണ് ആക്രോശിച്ചത്, Give us Barabbas and crucify Christ. ഞങ്ങൾക്ക് ബർബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. This is what man gave to him. ഇതാണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്തത്. Beloved,
the Lord Jesus Christ came and suffered for the sins of mankind. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. Yet man considered him stricken and smitten by God. എന്നിട്ടും മനുഷ്യൻ വിചാരിച്ചത് ദൈവമാണ് അവനെ ശിക്ഷിച്ചതും അടിച്ചതും ദണ്ഡിപ്പിച്ചതും. This evening I want to ask one question to my friends who are listening to me. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. What do you consider about this Lord Jesus Christ? യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്? He did not come to establish a religion. അവനൊരു മതം സ്ഥാപിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനല്ല. Neither did he come to criticize any religion. ഏതെങ്കിലും മതത്തെ കുറിച്ച് വിമർശിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നവനല്ല. He came to love the human being.